ഗുഡ് മോർണിംഗ്. സമയം വെറും 11:30. ലീവൊക്കെ ഉള്ള ദിവസം നമ്മൾ ഏകദേശം ഈ സമയത്താണ് എണീക്കാറ് കേട്ടോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മുടെ ലഞ്ചൊക്കെ കൂടെ ഒന്നിച്ചാണ്. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം, മൈ ലാസ്റ്റ് ഡേ ഓഫ് 32. അയ്യോ, നാളെ എനിക്ക് 33 വയസ്സ് തികയാണ്. ആഹാ, എക്സൈറ്റഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു കേക്ക് ഉണ്ടാക്കണം. ഞാനിവിടെ വന്നിട്ട് ഒത്തിരി ചോക്ലേറ്റ് കേക്ക്സാണ് ഉണ്ടാക്കാറുള്ളത്. സോ ഞാൻ കരുതി നാളെ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് റോസ്റ്റും പിന്നെ നല്ല ചമ്മന്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഓക്കെ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രിയ സ്പീക്സ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 2 to 3 weeks ആയി. ഇത്രയും യൂട്യൂബ് വ്ളോഗേഴ്സൊക്കെ ഉള്ള ഇന്നത്തെ കാലത്തും നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എന്താ വീഡിയോ ഇടാതെ, ഇപ്പോൾ വീഡിയോ കാണുന്നില്ലല്ലോ, എന്താ ഇനി വീഡിയോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന വളരെ കുറച്ച് പേര്, കുറേ പേരൊന്നല്ല, എന്നാലും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും. ബിക്കോസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്താണ് എന്താ പഞ്ഞേന്ന്? നാളെ അച്ഛന് പറ്റും, നാളെ ചേച്ചീന് പറ്റും, നാളെ അച്ഛന് പറ്റും, നാളെ ചേച്ചീന് പറ്റും, നാളെ അമ്മേന്റെ പറ്റും, നാളെ അച്ഛന് പറ്റും. അയ്യടാ, നാളെ എന്റെ ബർത്ത്ഡേയാണേട്ടാ. അത് കഴിഞ്ഞിട്ട് അച്ഛന് പറ്റും. അത് കഴിഞ്ഞിട്ടല്ലേ? നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കും. ഞാൻ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കാം. അപ്പൊ ഞങ്ങളും വരും. അപ്പൊ ഞങ്ങളും വന്നോ. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഷർട്ട് തന്നതാണ്. നല്ലൊരു സ്ട്രെയിറ്റ്നർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ട്രെയിറ്റ്നർ കേടായിപ്പോയി. അപ്പോൾ ഒരു സ്ട്രെയിറ്റ്നർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്ന് ഞാൻ ജസ്റ്റ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കാണ്. ഒന്ന് ഒപ്പേരോ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് ഇഷ്ടമാണ്. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. നമ്മുടെ ഷെയ്ക്കൊക്കെ കുടിക്കാനായിട്ട് പോകുമ്പോഴത്തേനും ഞാൻ ബട്ടർ സ്കോച്ചാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ഇത് എൻ്റെ റെസിപ്പിയും വേറെ കുറേ റെസിപ്പിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. എൻ്റെ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ളത് മൈക്രോവേവ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം ഞാൻ വെച്ചപ്പോഴത്തേനും നന്നായിട്ട് കരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേക്ക്. പക്ഷെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഹീറ്റിലിട്ടിട്ട് കുറേ സമയം വയ്ക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ്. 2 തവണയാണ് ഞാൻ ടോട്ടൽ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക്സ് ഉണ്ടാക്കിയത് കേട്ടോ. ഒന്ന് ഫസ്റ്റത്തെ സെയിം റെസിപ്പി തന്നെ വെച്ച്, പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. കേക്ക് ഒരുമാതിരി അട പോലെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പോൾ ഈ ഫസ്റ്റ് വെക്കണ കേക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വേറൊരു കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് ഓക്കെ ആയിട്ട് വന്നു. എനിക്കാണ് ഫസ്റ്റത്തിൽ ഞാൻ ആഡ് ചെയ്ത ബട്ടർ അങ്ങ് കൂടിപ്പോയി തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഞാനിങ്ങനെ അളന്നിട്ടൊന്നുമല്ല ആഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ വെച്ച് ആഡ് ചെയ്തതായിരുന്നു. കുറച്ച് കോൺഫിഡൻസ് കൂടിപ്പോയതാണ്. അപ്പോൾ രണ്ടാമത്തെ അളന്നൊന്നുമില്ല, എന്നാലും ഏകദേശം കുറച്ചും കൂടെ എനിക്ക് വേണം ബട്ടർ കൂടിപ്പോയതുകൊണ്ടാണ് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ബട്ടർ സ്കോച്ച് കേക്ക് ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ പണി കൂടുതലാണ്. കാരണം നമുക്ക് അതിനുള്ള ബട്ടർ സോസ് ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് ബട്ടർ സ്കോച്ച് ആകുമ്പോഴത്തേനും. എന്നാലും എനിക്കിഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു കണ്ടോ, ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കറക്റ്റ് അല്ലായിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് വരാതിരുന്നത്. ബട്ടർ കൂടിപ്പോയി. ഞാനും വിചാരിച്ചേ എന്താണ് സാധാരണ ഫ്ലോപ്പായി പോകാറില്ല, എന്ത് പറ്റിയാവോ. സെറ്റാക്കാം. എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയതാണ് ഈ മാൾട്ടസേഴ്സ് ചോക്ലേറ്റ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. പക്ഷേ അത് ഡിപ്പെൻസാണ്.
കാരണം ശരത്തിന് ഇതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റാണ് ഈ മാൾട്ടസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഹണി കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്ത് തരുന്നു എന്ന് നോക്കിയിരിക്കാതെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 24/7 നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരുമാതിരിപ്പെട്ട എല്ലാ സമയത്തും നമുക്ക് വളരെ കൂളായിട്ടും വളരെ ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് പറ്റും, പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും നമ്മൾ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ പരാതികൾ പറഞ്ഞിരിക്കുമ്പോഴും അത് കേൾക്കുന്ന ആളുകൾക്കും ഭയങ്കര തലവേദനയാണ് അല്ലേ, ഭയങ്കര നെഗറ്റീവായിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു പരാതികൾ ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആഹാ എന്ത് സുഖം കേൾക്കാനായിട്ട് എന്നല്ലല്ലോ തോന്നുക. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ആ പരാതികൾ മാക്സിമം കുറച്ചിട്ട് നമുക്ക് എന്ത് അതിന് വേണ്ടി ചെയ്യാൻ പറ്റും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ കേക്ക് കേട്ടോ. ശരിക്കും ഈ ഒരു ചെറിയ ഡെക്കറേഷൻ മതിയായിരുന്നു, പക്ഷേ ആവേശം ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് ഭയങ്കര വൃത്തികേടായിരുന്നു ഫൈനലായിട്ട് കാണാനായിട്ട്. ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനപ്പോൾ കരുതി കുറച്ച് ചോക്ലേറ്റൊക്കെ വെച്ച് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പം അതിൻ്റെ ഫൈനൽ വേർഷൻ എന്നാലും കുഴപ്പമില്ല. ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ കാര്യം. ടേസ്റ്റ് എനിക്ക് അടിപൊളിയായിരുന്നു. ഇന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ലുക്ക് കുറച്ച് ഞാൻ എന്താ പറയുക ഒരുമാതിരി സ്പൈഡർമാൻ്റെ ഒക്കെ പോലെ ആയിപ്പോയി കേക്ക്. അപ്പോൾ പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തു, ഞാനും ശരത്തും കുട്ടികളും പിന്നെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 ആളുകളും ആണ് ഉണ്ടായിരുന്നത്. എൻ്റെ ബർത്ത്ഡേ വിഷ് ശരത്ത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സമയം എനിക്ക് തോന്നുന്നു ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ചുമ്മാ അങ്ങൊന്ന് പുറത്തേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് രാത്രിയല്ലേ, നല്ല തണവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കടഞ്ചായൊക്കെ ഉണ്ടാക്കി. നമുക്ക് നാട്ടിലാ ഒരു രാത്രി ചായ കുടിക്കാൻ പോണ വൈബൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും കാരണം ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ എന്താ പറയുക എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 8 മണി 9 മണിക്ക് ആകുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. നല്ല ലൈഫ് സ്റ്റൈലാണ് ഇവിടെ, നേരത്തെ കിടന്ന് നേരത്തെ ഉറങ്ങുക, പക്ഷേ നേരത്തെ എണീക്കുക. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ നാട്ടിൽ ഭയങ്കര രസമാണല്ലോ രാത്രിയൊക്കെ ഒരു ചായ കുടിക്കാൻ പോകാൻ തോന്നുകയാണെങ്കിൽ. പോയി കഴിഞ്ഞാലും അപ്പോഴും ലൈവ് ആണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ എറണാകുളത്തൊക്കെ പോവുകയാണെങ്കിൽ. സമയം 11:30. എല്ലാവരും ഉറങ്ങി ഇവിടെ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ഇരുട്ടാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കാർഡ് എടുത്തായിരുന്നോ? നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേരെ ട്രെയിനിൽ കയറിയിരിക്കുന്നു. ആ ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകുന്നു, കുറേ കാഴ്ചകൾ കാണുന്നു, തിരിച്ച് ആ ട്രെയിനിൽ വരുന്നു, തിരിച്ച് എവിടം വരെയാണോ പോകുന്നത് അതിൽ കയറിയിരിക്കുന്നു. രാവിലെ ഒരു 5 മണിക്ക് ആകുമ്പോഴത്തേനും തിരിച്ച് നമുക്ക് ഇവിടെ എത്തണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. എങ്ങോട്ട് പോകണം നമ്മള്? അറ്റം വരെ. നല്ല കാറ്റാണല്ലേ, സ്ട്രോളർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. തണുപ്പ് അധികമില്ല, 6 ഡിഗ്രി ആണ് എന്നുള്ളത്, പക്ഷെ നല്ല കാറ്റുണ്ട്. നമ്മൾ ഫ്ലാസ്ക് എടുക്കാനായിട്ട് മറന്നു പോയിട്ടാ, ചായ പകർത്തി വെച്ചിരുന്ന ഫ്ലാസ്ക്. അപ്പം അതെടുക്കാനായിട്ടിപ്പോൾ ഞാനെന്തെയും കൂടെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാണ്. നമ്മൾ ഫ്ലാസ്ക് എടുത്തു വിട്ടാ, ഇനി തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലൊക്കെ നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചുമ്മാ ഒരു ചായ കുടിക്കാനൊക്കെ പോയില്ലേ, ആ ഒരു ഫീല് ഇവിടെ പറഞ്ഞ പോലെ രാത്രി നമുക്ക് ചെന്ന് ചായ കുടിക്കാനുള്ള അങ്ങനത്തെ ഷോപ്സൊക്കെ വളരെ കുറവല്ലേ. എന്നാലും നമ്മളതുകൊണ്ട് വീട്ടിൽ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കി പോയി എല്ലാവരും കൂടെ പുറത്തിരുന്ന് കുടിച്ച്, അത് വേറൊരു സന്തോഷം. നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി, കാരണം ഈ ട്രെയിൻ പോകുന്നത് സ്റ്റോക്ക്ഹോമിലോട്ടാണ്. നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് അങ്ങോട്ട് പോവാം, ആ സൈഡിലോട്ട് പോവാം.
തിരിച്ചു വരുമ്പോഴത്തേനും ഈ ട്രെയിൻ ഇങ്ങോട്ടാ പോകുന്നത്. ആ സൈഡിലാണ് ആര് സ്റ്റോക്ക്ഹോം ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്റ്റോക്ക്ഹോമിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അല്ലേ അല്ലേ? എനിക്ക് എത്ര വയസ്സായിന്ന് അറിയോ? 33 അല്ലേ? എന്ത് പെട്ടെന്നാണ് സമയം വർഷമൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അമ്മയ്ക്ക് ഇപ്പോഴും പണ്ട് വിളിച്ചൊക്കെ കളിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. നിങ്ങളെ പോലെ അല്ല, ഇപ്പോൾ വിളിച്ച് കളിക്കാനല്ല, പണ്ട്. ഇത്ര പെട്ടെന്ന് വർഷങ്ങൾ പോണേലെ അച്ചു. ഇപ്പൊ കേറിയപ്പോ തന്നെ കുറച്ച് കഴിയുമ്പോ പിടിച്ചാലോ നമുക്ക്? എവിടെയെങ്കിലും പുറത്തിറങ്ങി നമുക്ക് എവിടെയെങ്കിലും എന്താ പറയാ സ്റ്റോപ്പ് എത്തും. ഇവിടെ ട്രെയിനിലൊന്നും ആരും ഇല്ല കേട്ടോ. നമ്മൾ ഇത്രയും ഈ ഒരു കമ്പാർട്ട്മെന്റില്ല, ഈ ഒരു സെക്ഷനിലൊക്കെ ഒരേ ആളുകളേ ഉള്ളൂ, അധികം ആളുകളൊന്നും ഇല്ല. അച്ചു ഉറക്കം വരുന്ന അച്ഛന്? അച്ചു ഉറക്കം വരുന്നോ? ഉറക്കം വരുന്നോ? അവിടെ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. അതെ, ബാ ഇവിടെ ഇരുന്നോ അച്ചു. അമ്മൻ്റെ അടുത്തിരുന്നോടാ. ഫസ്റ്റ് സ്റ്റേഷൻ എവിടുന്നുള്ളത്? അവിടെയാണ് നമ്മൾ പോകുന്നത്. മോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ചൂവ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ, സ്വീഡിഷിൽ പറയുന്നത്. മോത്ത് കുംസകനിക്കുള്ള ട്രെയിനാണിത്. സ്വീഡൻ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ദിയക്ക് ഇപ്പോഴും നാടും വീടും പച്ചപ്പും ഹരിതാവൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പോഴും നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. കാരണം നാട്ടിലാകുമ്പോൾ തന്നെ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പം അതുകൊണ്ട് ദിയ എപ്പോഴും പറയുന്നത് നാട്ടിൽ പോകണം, നാട്ടിലാണ് രസം, നാട്ടിലാണ് ഇഷ്ടം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഭാവിയിൽ എങ്ങനെയാണ് പറയാമെന്നറിയില്ല, പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിംചിച്ചി നോക്കിക്കോ. ഇപ്പൊ വരും, കാണിച്ചു തരാം കേട്ടോ. അമ്മ കിംചിച്ചി അല്ലേ? എന്താ ഹലോ? അമ്മ നല്ല അമ്മയാണോ? ആണോ? അച്ഛനോട് ചോദിക്കണം. അച്ഛൻ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? ഇതാണോ? എത്ര ഇട്ടുണ്ട്? കൊതയെന്ന് പറഞ്ഞാ വണ്ണാ പണ്ടുവാ. താങ്ക് യു. ഇഷ്ടമാണോ എന്നെ? നീ അമ്മേനെ ഇഷ്ടമാണോ? അച്ഛമ്മേനെ ഇഷ്ടമാണോ? നോക്കട്ടെ അമ്മ നോക്കട്ടെ. ആ ശരിയല്ല അച്ഛൻ എന്ത് പറ്റി? അത് അമ്മ ഉമ്മ വെച്ചതാ. Avstigning för samtliga resenärer. Tåget tas ur trafik. Kom ihåg att ta med ditt bagage när du kliver av. നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിലെത്തി ഇറങ്ങി പോകാനാണ് പറയുന്നത് അവരല്ലേ. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി കേട്ടോ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ടല്ലേ?
സൂക്ഷിച്ചു പിടിക്കണേ. സൂക്ഷിച്ചു പിടിക്കോ. നല്ല കാറ്റില്ലേ? നല്ല കാറ്റ്. ഇതാണ് പക്കാവട. കഴിച്ചോക്ക്. ആദ്യം പക്കാവട കഴിക്കാം അല്ലേ? ഓക്കെ. സൂപ്പർ. വരൂ. ഓക്കേ. വരൂ. ഇവിടേക്കോ. പോ, ഇച്ചു. സമയം ഇപ്പോ 3:30. നമ്മളിതാ റിട്ടേൺ എത്തി വീട്ടില്. ഞാൻ ആലോചിക്കായിരുന്നേ, ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ ചുമ്മാ ഒരു പ്ലാനില്ലാണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേനും എന്ത് റിലാക്സ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. സോ താങ്ക് യു ഫോർ ദ ഡേ. അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബബായ്. എന്നെ വിഷ് ചെയ്യാത്തവരൊക്കെ വിഷ് ചെയ്തോളൂ. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലായിരുന്നല്ലോ. പറഞ്ഞല്ലോ. ബൈ.